നിലവിൽ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടെന്നാണോ? എന്താണ് നിങ്ങളുടെ മൊത്തത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം 30-ാം തീയതിക്കകത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തും, ഫിനിഷ് ചെയ്യുമെന്നൊക്കെയാണല്ലോ ഇപ്പം അറിയാൻ സാധിച്ചത്, ഈ ശരിയിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചത്. അതിനകത്ത് എന്തെങ്കിലും അതിനകത്ത് മൊത്തത്തിലൊരു പുകമറയുണ്ടല്ലോ, മൊത്തത്തിലൊരു മരം മുറി, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുമല്ലോ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ? അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ല, കടകളെല്ലാം ഇപ്പം തുറന്ന് പ്രവർത്തിക്കുവാണോ? മൊത്തത്തിൽ ഇപ്പോൾ ഒരു പൊതുവിൽ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പലവിധമായ സംസാരങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ട്, ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ട്. മുഖ്യമന്ത്രി അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരുന്നു. അതായത് പല വിധത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിൽ വരുത്തിയ ക്ലാരിറ്റി അത്തരത്തിലുള്ള ആശങ്കകൾ വേണ്ട, നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയാൽ സ്പോൺസർ GCDക്ക് സ്റ്റേഡിയം കൈമാറും എന്നതാണ്. അപ്പോൾ ഈ നിങ്ങളിവിടെ ഉള്ള ആളുകളാണല്ലോ, മുഖ്യമന്ത്രിയുടെ മറുപടിയും കേട്ടവരായിരിക്കും. ഈ പറഞ്ഞ വിധത്തിൽ എന്തെങ്കിലും ഈ മരം മുറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പിടിച്ച സംഗതിയിലൂടെ നടന്നിട്ടുണ്ടോ? അല്ല, മരം മുറി എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചയിലെ കുറച്ച് ശിഖരങ്ങൾ വെട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മരമുറി എന്ന് പറഞ്ഞ് പലരും ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു, പക്ഷെ ഞങ്ങൾക്കൊന്നും പ്രകടമായിട്ട് മരമുറി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് ശിഖരങ്ങൾ അത് ഞങ്ങൾക്ക് തന്നെ പല സമയങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പല ശിഖരങ്ങൾ വന്നിട്ട് റോഡിലെല്ലാം ഈ ഇലയും മറ്റും വീണിട്ട് ബുദ്ധിമുട്ടാക്കിയേക്കുന്ന സംഭവം, അതാണ് മുറിച്ചേക്കുന്നത്. ഞങ്ങൾക്കാണ് മരം മൊത്തമായിട്ട് പാഴ്മരങ്ങളാണ് ഇവിടെ ഉള്ളത്, മൊത്തത്തിൽ മുറിച്ചു പോകുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ നീണ്ടു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കുറയും. നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ നല്ല ക്രൗഡുള്ളത്. അപ്പോൾ ഇവിടെ ഈ പണി നീണ്ടു പോകുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ എൻട്രൻസിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എൻട്രി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പൊടി കൂടുതലായിട്ടുണ്ട്. പിന്നെ മഴ വരുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് നടക്കാനും ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും. അപ്പോൾ പണി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങളുടെ കടകളൊക്കെ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് പണി തീർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കളി പറഞ്ഞിരുന്ന നവംബർ 17-ാം തീയതി വരെയാണ് കട അടച്ചിട്ടുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 17 കഴിഞ്ഞിട്ട് 18-നോ 19-നോ തുറന്ന് പ്രവർത്തിക്കാമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന അറിയിപ്പ്. അതിനുശേഷമാണ് കളി നീണ്ടുപോകുന്ന കാര്യങ്ങളുടെ അറിയിപ്പൊക്കെ വന്നത്. ഞങ്ങൾ അടച്ചിട്ടിട്ടില്ല, ഒറ്റ ദിവസം പോലും അടച്ചിട്ടിട്ടില്ല. നോട്ടീസ് റിവോക്ക് ചെയ്തു, GCയുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് റിവോക്ക് ചെയ്തു. ഒരു രീതി ഇല്ല. അതെ. ഉണ്ടോ? മരം മുറിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ മരം മുറിച്ചതിന്റെ ഭാഗമായി വെള്ളക്കെട്ടുണ്ടായിരുന്നു നടന്ന പ്രചരണം, അങ്ങനൊരു സംഗതി ഇവിടെ വെള്ളക്കെട്ട് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതേ വെള്ളക്കെട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ കുറച്ച് ക്ലിയർ വാട്ടർ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ചെളി കൊണ്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്ക് വൈകുന്നേരം മഴ പെയ്ത് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ആളുകൾക്ക് നടന്നു പോകാനായിട്ട് വെള്ളത്തിൽ ചവിട്ടി വേണമായിരുന്നു പോകാനായിട്ട്. മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് ചെളി വെള്ളമാണെന്നുള്ള പ്രശ്നമാണ് ഉള്ളത്. അപ്പോൾ ഇല്ല, പുതുതായിട്ട് വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. ഈ പണി തീർന്നുകൊണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരാൾ സ്റ്റേഡിയം നവീകരിക്കാനായിട്ട് വന്നു, അത് ആരായിക്കോട്ടെ, X or Y or Z, ആര് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. നമ്മൾ അസോസിയേഷൻ എന്ന നിലയിൽ സ്റ്റേഡിയം നവീകരണം അത് പുരോഗമിക്കുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പം ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലവിധമായ പ്രചരണങ്ങളും പലവിധമായ പ്രശ്നങ്ങളും അവിടെ വരുമ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഇവരെ തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കമ്പനികളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ പണികൾ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ആശങ്കകൾ മാറ്റി നിർത്തി നിങ്ങൾ തന്നെ സ്റ്റേഡിയം സറൗണ്ടിങ്സ് കാണുക, എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തടസ്സം ചെയ്യാത്ത രീതിയിൽ സഹകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പം പലവിധമായ ആശങ്കകൾ വരുമ്പം നവംബർ 30 എന്ന് പറയുന്ന കാലാവധിക്കകത്ത് അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. അതെല്ലാം ഞങ്ങളെ പൂർണ്ണമായിട്ട് ബാധിക്കും. അത് ഒഴിവാക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങളുടെ GCDA ചെയർമാനുമായിട്ട് അന്ന് നടത്തിയ കട അടച്ചിടണം എന്ന സമയത്ത് നടത്തിയൊരു ചർച്ചയിൽ സ്റ്റേഡിയം വളരെ വലുതായി നവീകരിക്കുന്ന ഒരു ആശയം പുള്ളി മുന്നോട്ട് വെച്ചിരുന്നു. അതിലെല്ലാം ഞങ്ങൾ വളരെ ആ സ്വപ്നത്തിലാണ് ഞങ്ങൾക്കൊരു 3D ഇമേജ് എല്ലാം കണ്ടു, ഒരു വീഡിയോ കാണിച്ചിരുന്നു.
അപ്പോൾ അതിലെല്ലാം ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൂടെ എന്ന് എത്തും എന്നത് പ്രതീക്ഷയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ പലവിധമായ ആളുകൾ മരമുറി അത് ഇതും 100,000 പ്രശ്നങ്ങൾ വരുമ്പം ഇതൊക്കെ ഈ പണിയെ ബാധിക്കുമോ? ഇനി ആരെങ്കിലും ഈ ഒരു പലവിധമായ CSR ഇന്നിപ്പോൾ ജിയോജിറ്റിൻ്റെ ഒരു CSR ഫണ്ടിലൂടെ ഒരു പ്ലാന്റ് അവിടെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പലവിധമായ ആളുകൾ CSR ഫണ്ടിങ്ങിലൂടെ സ്റ്റേഡിയം നവീകരിക്കാൻ താല്പര്യപ്പെട്ട അസോസിയേഷനായ സ്റ്റേഡിയത്തെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇനിയും വരുന്ന ആളുകളെ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ നയങ്ങൾ വെച്ചിട്ട് അവർ ഓടിപ്പോകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ കച്ചവടത്തിൽ ഒരിക്കലും ഗുണം ചെയ്യില്ല.